So here we have a smooth function f of x. What is a smooth function? So first എന്താണ് സ്മൂത്ത് ഫംഗ്ഷൻ എന്ന് നോക്കാം. ഈ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇന്റർവെല് എ ബി ആണ്. ഈ എ ബിയിൽ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. First point is this function is differentiable in AB, and the second point is the derivative of this function in AB is continuous. ഇതാണ് ഒരു സ്മൂത്ത് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ആ ഫംഗ്ഷൻ ഉള്ള ആ ഇന്റർവെല്ലിൽ അത് സ്മൂത്ത് ആണെങ്കിൽ ഫസ്റ്റ് ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. സെക്കൻഡ് അതിന്റെ ഡെറിവേറ്റീവ് ഇസ് കണ്ടിന്യൂസ്. നെക്സ്റ്റ് ഈ ഇന്റർവെൽ എ ബിനെ നമ്മൾ ഒരു റെഗുലർ പാർട്ടീഷൻ മേക്ക് ചെയ്യണം. റെഗുലർ പാർട്ടീഷൻ മീൻസ് ദ സെറ്റ് ഓഫ് പോയിന്റ്സ് x0, x1 up to xn such that ഇതിന്റെ ഏതൊരു ഇന്റർവെല്ലിലും ഇന്റർവെല്ലിന്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കും. ലൈക്ക് xi മൈനസ് xi മൈനസ് 1 ഈക്വൽ ടു ഡെൽറ്റ എക്സ്. ഏതൊരു പെയർ ഓഫ് ഇന്റർവെൽസിന്റെയും ഇന്റർവെൽ ലെങ്ത്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈച്ച് ഇന്റർവെൽ, ഈച്ച് പോയിന്റ് ഇസ് സെയിം. xi പ്ലസ് 1, xi പ്ലസ് 2, ഈ എല്ലാ ഇന്റർവെല്ലിന്റെയും ലെങ്ത് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ആയിരിക്കും. സോ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു ഫംഗ്ഷന്റെ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ ഒരു എഫ് ഓഫ് എക്സിന്റെ ആർക്ക് ലെങ്ത്, ലൈക്ക് ഈ ഒരു ആർക്ക് സ്ട്രെയിറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് എന്തോരം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് അവർ പ്രൈം ഒബ്ജക്റ്റീവ്. സോ വി ആർ ഗോണ മേക്ക് ഫ്യൂ അപ്രോക്സിമേഷൻസ് ഫസ്റ്റ്. നമ്മൾ കുറച്ച് അപ്രോക്സിമേഷൻസ് മേക്ക് ചെയ്യാൻ പോവാണ്. ആദ്യം ഒരു ഇന്റർവെൽ എടുക്കുകയാണ് xi മൈനസ് 1 xi. ഇതിലുള്ള ഈ ഒരു ഫംഗ്ഷന്റെ ഒരു പോയിന്റും എഫ് ഓഫ് xi മൈനസ് 1ഉം എഫ് ഓഫ് xiയും ഇത് രണ്ടും ജോയിൻ ചെയ്യിക്കുന്ന ഒരു സീക്കൻഡ് നമ്മൾ എടുക്കുകയാണ്. ഒരു സീക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു ട്രയാങ്കിൾ ആക്കി മാറ്റാൻ പറ്റും. ഈ ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ആണ്. ഇത് റെഗുലർ പാർട്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഏതൊരു ഇന്റർവെലിന്റെയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ആണ്. ബട്ട് ഈ ഒരു ഡിസ്റ്റൻസ് അത് ഡെൽറ്റ വൈ എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല, കാരണം അതൊരു കോൺസ്റ്റന്റ് അല്ല. കാരണം ഈ ഫംഗ്ഷൻ ഇവിടെ നിന്ന് ഇവിടേക്ക് റേസ് ആയ അതേ വൈ വാല്യൂലല്ല ഈ ഫംഗ്ഷൻ ഇവിടെ ഡെൽറ്റ എക്സ് ആണെങ്കിൽ തന്നെ ഇവിടെ അതേ ഹൈറ്റിലല്ല ഇൻക്രീസ് ആയിരിക്കുന്നത്. സോ ഡെൽറ്റ വൈ ഐനെ നമ്മളിപ്പോൾ xi മൈനസ് 1 xi എന്ന ഒരു ഇന്റർവെൽ എടുക്കുകയാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് xi സ്റ്റാർ എടുക്കുകയാണ്. അതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് സ്റ്റാർ ഐ, സോറി ഏതെങ്കിലും ഒരു പോയിന്റ് അല്ല, ഈ ഒരു ഇന്റർവെൽ xi മൈനസ് 1 xi എടുക്കുകയാണെങ്കിൽ ഈ ഇന്റർവെലിന്റെ എൻ പോയിന്റ്സിലുള്ള വാല്യൂ, ഫംഗ്ഷന്റെ വാല്യൂ, ഈ എൻ പോയിന്റ്സിന്റെ ഫംഗ്ഷന്റെ വാല്യൂ എഫ് ഓഫ് xi മൈനസ് 1 പിന്നെ എഫ് ഓഫ് xi എടുക്കുകയാണെങ്കിൽ ഡെൽറ്റ വൈ ഐ എന്ന് പറയുന്നത് എഫ് ഓഫ് xi മൈനസ് എഫ് ഓഫ് xi മൈനസ് 1 ആണ്. ഫോർ എക്സാമ്പിൾ ഒരു ഇന്റർവെൽ എടുക്കാം xi മൈനസ് 1 xi ആൻഡ് വി ക്യാൻ ക്രിയേറ്റ് എ ട്രയാങ്കിൾ ഹിയർ. ഒരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യാം. ഈ ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ആണ്. ഈ ഒരു ഡെൽറ്റ വൈ ഐ എന്ന് പറയുന്നത് എഫ് ഓഫ് xi മൈനസ് എഫ് ഓഫ് xi മൈനസ് 1 ആണ്. ഇതാണ് ഇതിന്റെ ഹൈറ്റ്. സോ ബൈ പൈതഗോറിയൻ തിയറം വി നോ ദിസ് ആർക്ക് ലെങ്ത്, അല്ലെങ്കിൽ ഈ ഒരു സീക്കൻഡ്, ഈ ഒരു ഹൈപ്പോട്ടന്യൂസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ഡെൽറ്റ വൈ ഹോൾ സ്ക്വയർ ആണ്. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ഡെൽറ്റ എക്സ് ഇൻറ്റു 1 പ്ലസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. Again consider this interval xi minus 1 comma xi. ഈ ഒരു ഇന്റർവെൽ കൺസിഡർ ചെയ്യാം. ആൻഡ് അക്കോർഡിംഗ് ടു മീൻ വാല്യൂ തിയറം ഈ ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്, ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആണ്. സോ അക്കോർഡിംഗ് ടു മീൻ വാല്യൂ തിയറം വി നോ ദാറ്റ് there is some point xi star belongs to this interval xi minus 1 xi such that
f of dash xi star is equal to f of xi minus f of xi minus 1 by xi minus xi minus 1, which is essentially delta yi by delta x. So നമ്മുടെ ആർക്ക് ലെങ്തിന്റെ ഡിസ്റ്റൻസിന്റെ ഫോർമുല will be in the form delta x into root of 1 plus f dash x star I whole square. ഈ എക്സ് ഐ ബിലോങ് ചെയ്യുന്ന ഇന്റർവെൽ എന്ന് പറയുന്ന എക്സ് ഐ മൈനസ് 1 എക്സ് ഐ ആണ്. സോ ഇത് ഒരു ഇന്റർവെല്ലിലെ ആർക്ക് ലെങ്തിന്റെ ഡിസ്റ്റൻസ് ആണ്. ഇതുപോലെ നമുക്ക് സം ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ സമ്മേഷന്റെ ഫോർമുല എന്ന് പറയുന്നത് that I will do in another slide. സോ ഇതുപോലെ എല്ലാ ഇന്റർവെല്ലിലും ഹൈപ്പോട്ടന്യൂസിന്റെ ഓർ ആർക്ക് ലെങ്തിന്റെ സീക്കൻഡിന്റെ ഡിസ്റ്റൻസ് നമ്മൾ സം ചെയ്യുമ്പോൾ summation of I equal to 1 and goes to n, and formula hypotenuse and the distance in the formula 1 plus f of x star I whole square. ഇതായിരിക്കും. And this we can know this is a Riemann sum. ഇത് Riemann sum ആണ്. This is a Riemann sum. Riemann sum. So taking the limit to n, we can see that limit of n tends to infinity, summation of I equal to 1 up to n delta x into 1 plus square root of x star I whole square. This can be written as the integral of നമ്മുടെ നമ്മൾ ആർക്ക് ലെങ്ത് ഏത് ഇന്റർവെല്ലാണ് നമ്മൾ ആർക്ക് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുന്നത് വെച്ചാൽ ആ ഇന്റർവെല്ലിന്റെ ഇനിഷ്യൽ വാല്യൂ ലിമിറ്റും a to b 1 plus f dash x ആണ്. f dash x star I whole square whole raised to 1 by 2 dx, and this is the equation for the arc length. So the formula for arc length is ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് f of x, അതിന്റെ ഇന്റർവെൽ a to b, ഇന്റർവെൽ ആ ഒരു ഇന്റർവെൽ ദിസ് ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ ആൻഡ് ഓൾസോ ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആണ്. അങ്ങനെയെങ്കിൽ ആ ഫംഗ്ഷന്റെ ആ ഒരു ഇന്റർവെൽ ആർക്ക് ലെങ്ത്തിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓഫ് a to b സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് എക്സ് ഹോൾ സ്ക്വയർ dx. ഇതാണ് ആർക്ക് ലെങ്ത്തിന്റെ ഫോർമുല.